മക്കളെ, സ്നേഹാവസ് ആണ്. നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ പട്കഥ എന്ന് പറയുന്നത്. അപ്പൊ പട്കഥയുടെ ഫോർമാറ്റ് എന്തായാലും എന്റെ മക്കൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെയാണ് ആദ്യം എഴുതുന്നത്? നമ്മൾ സീൻ 1 അല്ലെങ്കിൽ ദൃശ്യ 1 എന്നുള്ളത് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് സ്ഥാൻ, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് എന്നുള്ളത് എഴുതുന്നു. തിരക്കഥയാണ് അല്ലെ, സ്ഥലം ഏതാണെന്നുള്ളത് എഴുതുന്നു. സമയം എത്ര മണിയായിട്ടുണ്ട് എന്നുള്ളത് എഴുതുന്നു. അതേപോലെ തന്നെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, പാത്ര എന്നാണ് എഴുതേണ്ടത്, കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് എഴുതുന്നു. അതേപോലെ തന്നെ ഉമ്ര എന്ന് വെച്ചാൽ എന്താണ്? വയസ്സാണ്, വയസ്സ് എത്രയാണ് എന്നുള്ളത് എഴുതുന്നു. വേഷഭൂഷ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രസ്സാണ് അല്ലെ, ഏതൊക്കെ ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എഴുതുന്നു. അതേപോലെ തന്നെ ഘടന, അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മക്കൾക്ക് ബ്രാക്കറ്റിൽ എഴുതാം. ഘടന എന്ന് പറഞ്ഞ് എഴുതണ്ട, ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് അത് എഴുതി കൊടുത്താൽ മതി. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എഴുതേണ്ട കാര്യമാണ് എന്ത്? സംഭാഷണങ്ങൾ. കഥാപാത്രം 1 സംസാരിക്കുന്നു, കഥാപാത്രം 2 സംസാരിക്കുന്നു, അങ്ങനെ ഒരു 4 എണ്ണെങ്കിലും ഒരാൾ സംസാരിക്കുന്ന രീതിയിലേക്ക് മക്കളെ എഴുതുക കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് ഓർഡറിൽ നന്നായിട്ട് തന്നെ മക്കൾ പഠിച്ചിട്ട് പോയിക്കോളാം. നാളത്തെ എക്സാം നന്നായിട്ട് എളുപ്പമായിട്ട് എഴുതിക്കോളാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.